തനിക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നതായി തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് നടി ശില്പ ബാല രംഗത്തെത്തുന്ന വാർത്തയാണ് ഏറ്റവും കൂടുതൽ പുറത്തുവരുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും ആ വാർത്ത കേൾക്കുമ്പോൾ ഞെട്ടലാണ്. കുഞ്ഞിനെയും നോക്കി വീട്ടിലൊരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടുകയാണ് ശില്പ ബാല എന്ന് കരുതിയെങ്കിൽ എല്ലാവർക്കും തെറ്റി. സർജറികളും ആരോഗ്യ പ്രശ്നങ്ങളുമായി മുന്നോട്ടുള്ള ജീവിതമാകെ തടസ്സപ്പെട്ട വിഷമഘട്ടത്തിലൂടെയായിരുന്നു ശില്പ. എങ്കിലും അത് ആരെയും അറിയിച്ചില്ല. ഒറ്റയ്ക്ക് കുടുംബത്തോടൊപ്പം നിന്ന് പോരാടി എന്ന് വേണം പറയാൻ. ആരെയും അറിയിച്ചില്ല. പക്ഷെ പ്രചോദനം നൽകാൻ വേണ്ടി എല്ലാം കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ ആളുകളോട് എല്ലാം തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് താരം. ഹൈഡ്രാഡെനിറ്റിസ് സപ്പോറേറ്റീവ എന്ന അണ്ടർആം ഇഷ്യൂ ആണ് ഉള്ളതായി 2 വർഷം മുൻപ് വീഡിയോയിൽ ശില്പ ബാല പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതെന്നും നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസാനത്തെ ശസ്ത്രക്രിയ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചുമെന്നും നടി പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ടുകൾ കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പറയുന്നത്. കംപ്ലീറ്റ് ആയി ഓക്കെ ആയതിനു ശേഷം ചിരിച്ച മുഖത്തോടെ ആയിരിക്കണം ഒരു തിരിച്ചുവരവെന്ന് കരുതിയിരുന്നു. അങ്ങനെയാണ് ഇതെല്ലാം തന്നെ ഇങ്ങനെ എത്തിച്ചത്. ഈ പ്രശ്നങ്ങൾക്കിടയിൽ 12 കിലോയോളം ശരീരഭാരം കൂട്ടി. ഇമോഷണലി ഡൗൺ ആയപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് മാത്രമാകുമല്ലോ നമുക്കൊരാശ്വാസം. അങ്ങനെ കഴിഞ്ഞ് വണ്ണം വെച്ചു. എന്റെ പ്രസവ സമയത്ത് പോലും ഞാൻ അത്രയും ഭാരം കൂടിയിരുന്നില്ല. സ്ട്രെസ് ഈറ്റിംഗ് ആയിരുന്നു. അതിനെല്ലാം മറികടക്കുകയാണ് ഇപ്പോൾ ശില്പ എന്നാണ് പറയുന്നത്. കൊച്ചിയിലേക്ക് താമസം മാറിയ ശേഷവും നടി പങ്കുവെക്കുന്നുണ്ട്. കണ്ണൂരിൽ കഴിഞ്ഞ 4 വർഷം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ധൈര്യത്തോടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ മാറ്റമുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെയാണ് കൊച്ചിയിലേക്കുള്ള മാറ്റം. വീട്ടിലെ കാഴ്ചകളൊക്കെ വീഡിയോയിൽ ശില്പ ബാല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മകൾ തക്കിട്ടുവിനെ കൊച്ചിയിലെ സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശാരീരികമായുള്ള ആരോഗ്യ വീണ്ടെടുക്കലിന് കൃത്യമായ വ്യായാമവും ഡയറ്റും ഒക്കെ ശില്പ ഫോളോ ചെയ്തു തുടങ്ങിയെന്നും അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശില്പയ്ക്ക് എന്തൊക്കെയാണ് നേരിടേണ്ടി വന്നതെന്ന് കൂടി പറയുന്നു. ഹൈഡ്രാഡെനിറ്റിസ് സപ്പോറേറ്റീവ എന്ന അണ്ടർആം ഇഷ്യൂ ആണ് ഉള്ളതെന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വളരെയധികം സർജറികളിലൂടെ കടന്നുപോയത്. തനിക്ക് ചില പ്രശ്നങ്ങൾ ഉള്ളതായി തന്നെ ശില്പ ബാല തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ശില്പയെക്കുറിച്ച് ചോദിക്കുന്നത്. തക്കട്ടും ശില്പയും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിനെക്കുറിച്ചും താരത്തിനെക്കുറിച്ചുമുള്ള വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് അറിയാൻ കാത്തിരിക്കുന്നതും. പ്രേക്ഷകർക്ക് അറിയാൻ വളരെയധികം ഇഷ്ടവുമാണ്. ശില്പയുടെ വീട്ടിലെ വിശേഷങ്ങൾ ഉൾപ്പെടെ ശില്പ എല്ലാം പങ്കുവെക്കുന്നു. അതറിയാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ ഇടയിലേക്ക് തന്നെയാണ് ഈ വാർത്തകൾ എത്തുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ തന്നെ അറിയിക്കുകയും പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ശില്പ എവിടെയായിരുന്നു ഇത്രയും നാളെന്ന് ചോദിക്കുന്ന പ്രേക്ഷകർക്കുള്ള മറുപടി കൂടി വരുന്നുണ്ട്. അവതാരികയായും വ്ളോഗിങ്ങിലുമൊക്കെ തകർത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ശില്പയുടെ ജീവിതത്തിലേക്ക് ഒരു വില്ലനെ പോലെ ഈ അതിഥികളൊക്കെ കടന്നു വരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഴുമല്ലോ. ഏതൊരു മല്ലനും വീണു പോകാൻ ചെറിയൊരു ചുമയോ പനിയോ മാത്രം മതി. അതുപോലെ ഒന്നെന്ന് കരുതാം. പക്ഷെ കുറച്ച് അധികം കാര്യങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു എന്ന് ശില്പ തുറന്നു പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.